അദ്രമ സാഹിബ് പറഞ്ഞതുപോലെ അപകടങ്ങൾ ഏത് സമയത്തും നമ്മളെ ഇടയിൽ വരും. നമ്മളിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുക, നമ്മളെ കൂടെ മരണം നടക്കുന്നുണ്ട്, അതിന്റെ കൂടെ അപകടം വരുന്നുണ്ട്. ഇവിടെ ഇപ്പൊ അപകടം വരില്ല എന്ന് ഉറപ്പല്ലേ? അപകടം വരുമല്ലോ ഇവിടെ. ഭൂമി പലർന്നു പോയാൽ എന്താ കഥ അല്ലെ? നല്ല ശക്തമായിട്ടുള്ള ഒരു കാറ്റ് വന്നാൽ ഇതെല്ലാം കെട്ടിമറിഞ്ഞു പോകും. അപ്പൊ അപകടങ്ങൾ വരും. അപ്പൊ അപകടങ്ങൾ വന്നാല് അവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. ഇപ്പൊ നേരത്തെ അദ്രമ സാഹിബ് പറഞ്ഞ പോലെ നായ കടിച്ചാൽ ഉടനെ നമ്മൾ പ്രാഥമിക ചികിത്സ കേന്ദ്രത്തിൽ കൊണ്ടുപോകും, ആശുപത്രി. അവിടെ പ്രഥമ ശുശ്രൂഷയാണ് വേണ്ടത്. പ്രഥമ ശുശ്രൂഷ പറഞ്ഞാൽ ഫസ്റ്റ് എയ്ഡ്. അപ്പൊ ഫസ്റ്റ് എയ്ഡിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരാൾക്ക് അപകടം പറ്റിയാൽ അയാളെ ജീവൻ നിലനിർത്തലാണ് ഒന്നാമത്തെ കാര്യം ഫസ്റ്റ് എയ്ഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, അയാൾക്ക് നമ്മുടെ ശരീരത്തിൽ 5 ലിറ്റർ ബ്ലഡാണ്, അതിന് 30% നഷ്ടപ്പെട്ടാൽ നമ്മൾ മരണത്തിലേക്ക് പോകും. അപ്പൊ ആ ബ്ലഡിന്റെ ബ്ലഡ് നഷ്ടപ്പെടുന്നത് നമ്മൾ എന്ത് ചെയ്യണം? നിർത്താൻ പഠിക്കണം. അതൊന്ന്. 3, കൂടുതൽ അപകടം പറ്റാണ്ടിരിക്കുക. ഇപ്പൊ നായ പൂച്ചൊക്കെ റോഡിൽ ചത്തിട്ടുണ്ടെങ്കിൽ അവിടെ കിടന്നാൽ വീണ്ടും വണ്ടി വന്നിട്ട് അതിന്മേൽ കൂടെ കയറി പോകും. അപ്പൊ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ ഈ 3 കാര്യങ്ങളാണ്. ഈ 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കൽ ആവശ്യം. അപ്പൊ എന്തിനാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് വെച്ചാല്, ചുരുക്കി പറഞ്ഞാല് കാർഡിയാക് അറസ്റ്റും ഹാർട്ട് അറ്റാക്കും രണ്ടും ഹൃദയത്തിനാണ് ഉണ്ടാകുന്നത്. ഹൃദയത്തിന്റെ ധമനികൾ ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ധമനികൾ ആർട്ടറിയില് കൊഴുപ്പ് വന്ന് അടിയാതിരിക്കാനാണ് ഇപ്പൊ നമ്മൾ മെക്സമലില് ഇതുപോലെ പണിയെടുക്കുന്നത്. നമ്മൾ പണിയെടുക്കുന്നത് ഇതിനും വേണ്ടിയിട്ടാ. അപ്പൊ നമ്മള് ഈ ഇതിനൊന്നും ഇല്ലാത്ത ആളുകൾക്ക് എന്താവും വെച്ചാൽ ആ ആർട്ടറിയില് പ്ലാക്ക് വന്നിട്ട് കൊഴുപ്പ് വന്ന് അടിഞ്ഞിട്ട് അത് അടിഞ്ഞ് എന്താവും, ശക്തമായിട്ട് ഇതിന് പമ്പിങ്ങിന് പ്രശ്നം വരുമ്പോൾ ശക്തമായിട്ടുള്ള വേദന ഉണ്ടാവും. ആ വേദന വരുന്നതിനാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞത്. അതേ സമയത്ത് കാർഡിയാക് അറസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് മറ്റൊന്നാണ്. അപ്പൊ നമ്മൾ കാർഡിയാക് അറസ്റ്റുമ്മലും മറ്റൊന്നിലും നമ്മൾ പണിയെടുക്കേണ്ടെന്നല്ല, അത് വന്നിട്ടുണ്ടെങ്കിൽ അയാളെ സമാധാനിപ്പിച്ച് നല്ല നിലക്ക് നിർത്തിയിട്ട് അനങ്ങാതെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം. ഇതിന് നമുക്ക് സമയം കിട്ടൂല. കാർഡിയാക് അറസ്റ്റ്. അപ്പൊ കാർഡിയാക് അറസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് വെച്ചാല്, നമ്മളെ ഹൃദയമൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ കറണ്ടിന്റെ ആവശ്യം. നമ്മളെ മനുഷ്യ ശരീരത്തിന് അവയവങ്ങൾ 70 ചില്ലാനും അവയവങ്ങളുണ്ട്. ഈ അവയവങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് നമ്മളെ ഹൃദയം. നമ്മളെ കയ്യിന്റെ മുഷ്ടിന്റെ അത്രേ ഉണ്ടാവുള്ളൂ. ഈ സാധനം വർക്ക് ചെയ്യണമെങ്കിൽ കറണ്ടിന്റെ ആവശ്യം ഉണ്ടോ ഇല്ല എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. വേണം, കറണ്ട് വേണം. അത് പറഞ്ഞ് വളരെ ശരിയാ. കാരണം ആ കറണ്ട് ഉള്ളതുകൊണ്ടാണ് ഇതെന്താകുന്നത്, കോൺട്രാക്ട് ചെയ്യുന്നത്. അപ്പൊ ആ കറണ്ട് നിന്ന് പോയാൽ എന്തായി? ഫാന് കറങ്ങിക്കൊണ്ടിരിക്കെ കറണ്ട് പോയി, ഫാനൊന്നും അല്ലേ? അപ്പോ ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാല്, ഈ ഇതുപോലെ മെഡിച്ച് 60 മുതൽ 100 വരെ മെഡിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഹൃദയം നിന്ന് പോയാൽ മനുഷ്യൻ വീഴും. ഹൃദയം നിന്ന് 4 മിനിറ്റ് വരെ ആര് കാത്തിക്കും? നമ്മളെ തലച്ചോറ് കാത്തിക്കും. തലച്ചോറിന് വർക്ക് ചെയ്യാനുള്ള ബ്ലഡ് അതിൽ സ്റ്റോക്ക് ഉണ്ടാവും 4 മിനിറ്റ് വരെ. 4 മിനിറ്റ് കഴിഞ്ഞിട്ടും കിട്ടുന്നില്ലെങ്കിൽ ഓരോ സെല്ലുകൾ 90, 100, 99, 98 ഇങ്ങനെ നശിച്ചുകൊണ്ട് പോയിട്ട് അത് 4 മിനിറ്റ് നശിക്കാനുള്ള ടൈം കൊടുക്കും. അപ്പൊ ഹൃദയം നിന്നിട്ടുള്ള 4 മിനിറ്റും തലച്ചോറ് നശിക്കുന്ന 4 മിനിറ്റും കഴിഞ്ഞിട്ടാണ് ഒരാള് മരണപ്പെടുന്നത്. അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം വെച്ചാല്, ആദ്യം ഉണ്ടാകുന്ന മരണം, കുഴഞ്ഞു വീഴുന്നതിന് നമ്മൾ ക്ലിനിക്കൽ ഡെത്ത് എന്നാ പറഞ്ഞത്. ക്ലിനിക്കൽ ഡെത്ത്, അതിൽ നിന്ന് ഒരാളെ രക്ഷപ്പെടുത്താൻ പറ്റും. ബയോളജിക്കൽ ഡെത്ത് ആണെങ്കിൽ തിരിച്ചു കിട്ടൂല. അപ്പൊ എത്ര സമയം കഴിയണം? 8 മിനിറ്റോ 10 മിനിറ്റോ കഴിയും. അതിനിടയിലാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അപ്പൊ ആ നിന്ന ഹൃദയത്തിന് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുന്ന രീതിക്കാണ് CPR എന്ന് പറയുന്നത്. 3 മണിക്കൂർ എടുക്കേണ്ട ക്ലാസ് ആണ് ഇത്. ചുരുക്കി പറയാണ്. പിന്നെ ഇതിലിപ്പോ പ്രധാനമായിട്ട് എന്താ ചെയ്യാനുള്ളത് വെച്ചാല്, നിന്ന ഹൃദയത്തിന് അതായത് കാർഡിയാക് അറസ്റ്റ് ഉണ്ടായാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരാൾ നമ്മളിടയിൽ നിന്ന് പെട്ടെന്ന് വീണ് കഴിഞ്ഞാൽ നമുക്കറിയില്ല അയാൾ എന്ത് കാരണം കൊണ്ടാണ് വീണത്. അപ്പൊ നമ്മൾ അയാളെ അടുക്കൽ ഇതേ പൊസിഷനിൽ ചെന്നിട്ട് ഇരിക്കുക. ഇതേ പൊസിഷനിൽ ഇങ്ങനെ ഇരുന്നിട്ട്
അയാളോട് ചോദിക്കാം. അയാളോട് ചോദിക്കണമെങ്കിൽ അയാൾക്ക് എന്ത് വേണം? ബോധം വേണം, റെസ്പോൺസ് വേണം, റെസ്പോൺസ്. അപ്പൊ ആ റെസ്പോൺസ് നോക്കുന്ന ഒരു രീതിയാണ് ഇതുപോലെ അയാളുടെ ഷോൾഡർ ബോണിൽ ശക്തമായിട്ട് മെല്ലടിച്ചാ പോരാ, ശക്തമായിട്ട് അടിക്കാം. ഇതുപോലെ അടിച്ചിട്ട് അയാളെ വിളിച്ചു നോക്കാം. അപ്പൊ നമുക്ക് അയാളെ പേരറിയെങ്കിൽ ദാസേട്ടാന്ന് വിളിക്കുക, പേരറിയില്ലെങ്കിൽ ഹലോ എന്ന് വിളിക്കുക, ബംഗാളിയാണ് ബംഗാളി എന്ന് വിളിക്കുക. ഇങ്ങനെ ശക്തമായിട്ട് അടിച്ചതിന് ശേഷം അയാൾക്ക് ബോധമുണ്ടോ? ഇല്ലേ, ബോധമില്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, എത്ര സമയം കൊണ്ട് മരിക്കും അയാള്? പെട്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 മിനിറ്റോ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന സമയം എപ്പോഴാച്ചാൽ അതിന് ശേഷമുള്ള സമയം ആള് മരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ആളെ രക്ഷിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ആശുപത്രിയിലേക്ക് എത്തിക്കുക. കാരണം നമ്മൾ ഡോക്ടർമാരല്ലല്ലോ, നമുക്ക് ചികിത്സ അറിയില്ലല്ലോ. അപ്പൊ വിദഗ്ധ ചികിത്സ കിട്ടാൻ വേണ്ടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം. അതിനെന്ത് വേണം? ഒരു വാഹനം വേണം, ഒന്നുമില്ല ഒരു ആംബുലൻസ്. അപ്പൊ ഒരു കൂട്ടത്തിൽ നിന്ന് നമ്മൾ ഒരു ആംബുലൻസ് പറയുമ്പോൾ അതിന്റെ ഒരു രീതി എന്താ വെച്ചാല്, ഇപ്പൊ ഒരു ആംബുലൻസ് വിളിച്ചോളൂ എന്ന് പറഞ്ഞാൽ ഇപ്പോ ഒരു 10-48 ആംബുലൻസ് വരും, അല്ലെങ്കിൽ ഒന്നും വരൂല. ഞാൻ ഒറ്റ ആളോട് പറയാണ്, ഒരു ആംബുലൻസ് വിളിച്ചോളൂ എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം വരും? 1 വരും. വന്നിട്ടില്ലെങ്കിൽ ആരോട് ചോദിക്കുക? ആളോട് ചോദിക്കുക. അതാണ് അതിന്റെ രീതി. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പൊ ആംബുലൻസിനെ ഏൽപ്പിക്കുക. അതോടുകൂടി നമ്മൾ ജസ്റ്റ് ഒന്ന്, നമ്മളൊക്കെ ഹൃദയം വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് നമുക്കൊന്ന് മനസ്സിലാണെങ്കിൽ ഒന്ന് ഇങ്ങനെ പൊന്തിച്ച് നോക്കിയിട്ട് ഒന്ന് ഇവിടെ പിടിച്ചു നോക്കിയാണ്. അടിക്കുന്നുണ്ടോ? ഉണ്ട്. ഇതാണ് കരോട്ടിഡ് പൾസ്. കരോട്ടിഡ് പൾസ് വൈദ്യന്മാരും മറ്റുമൊക്കെ പരിശോധിക്കുന്ന പൾസാണ് റേഡിയൽ പൾസ്. ഇത് ഒരാളെ രോഗിയായ ഒരാള് ഒരു മരണ സമയത്ത് ഇത് കിട്ടണമെന്നില്ല, ഇത് കിട്ടും. അടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളിത് അസസ് ചെയ്യാൻ എല്ലാവർക്കും അറിയില്ല. എല്ലാവർക്കും ഇത് അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാ, ഒന്ന് ജസ്റ്റ് ഇതുണ്ടോ ഇല്ല എന്നുള്ളതൊന്ന് പ്രശ്നമാക്കണ്ട, നമ്മളൊന്ന് നോക്കാം, ജസ്റ്റ് നോക്കി. നമ്മൾ ആകെ നോക്കേണ്ട ഒരു സംഗതി എന്താ വെച്ചാല്, നമ്മളിപ്പോ ശ്വാസം എടുക്കുന്നുണ്ടോ? ഞാൻ ഇപ്പൊ ശ്വസിക്കുന്നുണ്ട് എന്നുള്ളത് എന്താ തെളിവ്? എന്റെ നെഞ്ചുകൂട് താഴുന്നുണ്ട്, പൊന്തുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഒന്ന് ഒന്ന് നോക്കാം. അപ്പോ 2 കാര്യങ്ങളാണ്. ഒന്ന് അയാൾക്ക് റെസ്പോൺസ്, 2 ഇതുപോലെ ചെസ്റ്റ് റൈസ് ഉണ്ടോന്നൊന്ന് നോക്കാം. അത് നോക്കിയിട്ട് അതില്ലെങ്കിലാണ് നമുക്ക് ഉറപ്പ് അയാളെ ഹൃദയം നിന്നിരിക്കുക. ഹൃദയം നിന്ന് കഴിഞ്ഞാൽ മുഴുവൻ കഴിഞ്ഞല്ലോ, മരണം ഉറപ്പാണല്ലോ. അവിടെ നമുക്ക് രക്ഷിച്ചെടുക്കാനുള്ള പണികളാണ് CPR എന്ന് പറഞ്ഞത്. അപ്പൊ CPR എന്ന് പറഞ്ഞാല് നമ്മളെ ഹൃദയത്തിന് ഇംഗ്ലീഷിൽ കാർഡിയോ അല്ലെ, കാർഡിയോ. ശ്വാസകോശത്തിന് പൾമനറി എന്ന് പറയും. അതിന് എന്ന് പറഞ്ഞാൽ റീസസിറ്റേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാല്, നമ്മളൊരു കല്യാണത്തിന് പോകുമ്പോൾ ജീപ്പ് നിന്ന് പോയാൽ നമ്മൾ തള്ളി സ്റ്റാർട്ടാക്കും. അതാണ് റീസസിറ്റേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, തള്ളി സ്റ്റാർട്ടാക്കുന്നതിന് പകരം. അപ്പൊ നമ്മളെ ഹൃദയം എവിടെ നിന്ന് കണ്ടുപിടിക്കാൻ ഇതാ, ഈ മൂക്കുന്ന് ഇതുവരെയുള്ള എല്ല് ഒന്നിങ്ങനെ വരച്ചു വെക്കും. നിപ്പിൾ ടു നിപ്പിള് വരച്ച്. ഇതാണ് നമ്മളെ ഹൃദയത്തിന്റെ സെന്റർ. സ്വാഭാവികമായിട്ടും നമ്മൾ പറയും നമ്മളെ ഹൃദയം ഇടതാണെന്ന്. ശരിക്കും ഹൃദയം സെൻട്രലാണ്, ഇടത്തോട്ടൊന്ന് ചെരിഞ്ഞു എന്നുള്ളൂ, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ അതൊന്ന് മനസ്സിലാക്കിയിട്ട് ഇതേപോലെ വലത്തെ കൈ ഇതുമേലെ ഒന്ന് വലത്തെ കൈമേൽ ഇടത്തെ കൈ വെച്ചിട്ട് ഒന്ന് ലോക്ക് ചെയ്തോളൂ. എന്നിട്ട് ഇത് ഈ ഭാഗം മുന്നോട്ട് കയറ്റേ. ഈ ഭാഗമാണ് നമ്മളിവിടെ ഇവിടെ നമ്മൾ സെന്റർ കണ്ടല്ലോ, ഈ സെന്ററിൽ ഇത് ഇവിടെ വെക്കുക. സെന്ററിൽ ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഇതിനെ അമർത്തുമ്പോ എന്തായി, ബലൂൺ വെക്കിയാൽ എന്തായി, ബലൂണിലുള്ള കാറ്റ് പുറത്തേക്ക് പോകും. നമ്മളിവിടെ പുറത്ത് നെക്കിന് റീകോയിൽ ഇടുക എന്ന് പറഞ്ഞാൽ കൈ ഒന്ന് പൊക്കണ്, അതോടുകൂടി എന്തായി, ഇപ്പൊ ഹൃദയം ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഹൃദയത്തിലുള്ള രക്തം ശരീരത്തിന്റെ നാനാഭാഗത്തേക്ക് പോയി, നമ്മൾ കൈ എടുക്കുന്നതോടുകൂടി വീണ്ടും അപ്പൊ ഹൃദയം സങ്കോചിക്കണ്, വികസിക്കണം. ഇതാണ് ഇതിന്റെ രീതി. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ 1 2 3 4 5 6 7. അപ്പൊ ഇവിടെയുള്ള ഒരു പ്രത്യേകത എന്താ വെച്ചാല്, നമ്മൾ കൈ കൊണ്ടല്ല അമർത്തുന്നത്. കൈ ഇവിടെ വെക്കുക കണ്ട, ചുമലാണ്, ചുമല്. 2 കൈകൾ നേരെ പിടിച്ചിട്ട് ഇവിടുന്ന് ഒരു 90 ഡിഗ്രിയിൽ വെച്ചിട്ട് നമ്മൾ ഇയാളെ കണ്ണിൽക്ക് നോക്കുക. കണ്ണ് തുറന്നാൽ പിന്നെ അയാൾ ചെയ്തിട്ടുണ്ട് ശക്തമായിട്ടുള്ള വേദന ഉണ്ടാവും, അയാൾ അതിനുള്ളൊരു സമ്മാനം തരും, നല്ല അടി തരും.
അപ്പൊ അത്രയും ഇതിലുള്ളതാണ്. അപ്പൊ 2 ഇഞ്ച് ആഴത്തിൽ നമ്മൾ ഇതുവരെ ഇങ്ങനെ പ്രസ് ചെയ്താൽ കണ്ടോ, ഇപ്പൊ ഹൃദയം വർക്ക് ചെയ്യാൻ തുടങ്ങിയില്ലേ. ഇങ്ങനെ വർക്ക് ചെയ്താൽ 1 2 3 4 5 6 7 8 9 10 ഇങ്ങനെ 30 പ്രാവശ്യം നമ്മൾ കംപ്രസ് ചെയ്യാം. 30 പ്രാവശ്യം കംപ്രസ് ചെയ്തിട്ട് 2 ശ്വസനം കൊടുക്കണം ഇയാൾക്ക്. ശ്വസനം കൊടുക്കാന്ന് പറഞ്ഞാല് നമ്മൾ ഈ വായുവില് 21% ഓക്സിജൻ ഉണ്ട്. നമുക്ക് ആകെ ജീവിക്കാൻ എത്ര മതി? 5% മതി. ബാക്കി നമ്മൾ പുറത്തേക്ക് വിടുക. അപ്പൊ നമ്മൾ പുറത്തേക്ക് വിടുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ സ്വാഭാവികമായിട്ടും പറയും കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന്. പക്ഷെ പെണ്ണുങ്ങൾ അടുപ്പില് വിറക് വെച്ചിട്ട് ഊതിയാൽ അത് കത്തുന്നുണ്ട്. അപ്പൊ അതിൽ ഓക്സിജൻ ഉണ്ട്. അതാണ് അതിന്റെ ശരി. അപ്പൊ 17% ഓക്സിജൻ അതിലുണ്ട്. അപ്പൊ നമ്മൾ ഇയാൾക്ക് ജീവശ്വാസം കൊടുക്കാൻ വേണ്ടിയിട്ട് 30 പ്രാവശ്യം അമർത്തി അയാളുടെ നെറ്റിയിലൊന്ന് പിടിച്ച് മൂക്ക് പിടിച്ചിട്ട് വായിലൂതണം. മൂക്ക് പിടിക്കാതെ വായിലൂതിയാല് ശ്വസനം എന്തുണ്ടാവില്ല, ശ്വാസകോശം വികസിക്കൂല, അതിൽ കത്തൂല. അതുപോലെ മൂക്കൊന്ന് പിടിച്ചിട്ട് താടി ഒന്ന് പൊക്കിയിട്ട്, താടി പൊക്കേണ്ട ഉദ്ദേശം എന്താ വെച്ചാല് ഏതൊരു മനുഷ്യൻ നമ്മൾക്ക് കൂർക്കം വലിക്കുന്നതിന്റെ കാര്യം എന്താ വെച്ചാല് നമ്മളെ നാവ്, അതായത് നാവ് ശ്വാസകോശത്തിന്റെ അവിടെ നിന്ന് അടിയുമ്പോ എന്താവും, ഇങ്ങനെ കിടക്കും. അതൊന്ന് ശരിയാകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, ഒന്ന് ഇങ്ങനെ പൊക്കി വെച്ച് കൊടുത്താൽ മതി. അപ്പൊ ആ തത്വമാണ് ഇവിടെ പൊന്തിക്കണതിന്റെ ഉദ്ദേശം. അപ്പൊ ഇതുപോലെ കൈ വെച്ച് മൂക്കിലൊന്ന് പിടിച്ചിട്ട് ഇതുപോലെ 2 ജീവശ്വാസം നല്ലോണം ശ്വാസത്തിട്ട് ഇങ്ങനെ 2 ശ്വസനം കൂടി കൊടുക്കുക. അത് ആർക്ക് കൊടുക്കാന്നറിയോ? ബംഗാളിക്ക് കൊടുക്കണ്ട. തൊട്ടടുത്ത വീട്ടിലെ നമ്മളറിയാത്ത ഒരാൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാല് അവരുടെ അടുത്തുനിന്ന് രോഗം വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ. അപ്പൊ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ 2 രീതിയിൽ ഇത് പറയുന്നുണ്ട്. നമ്മളെ ബന്ധുക്കളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പേടിയില്ലാണ്ട് നമുക്ക് ശ്വസനം കൊടുക്കാം. അതേസമയത്ത് ബംഗാളി പോലുള്ള പുറമുള്ള ആളുകളാണ് കംപ്രഷൻ ഓൺലി CPR എന്നാ പറഞ്ഞത്. അപ്പൊ 30 പ്രാവശ്യം ഇങ്ങനെ അമർത്തുക. 1 2 3. അപ്പൊ 30 കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാ, ഇതേപോലെ ഒന്ന് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ 30. അപ്പൊ ഇത് ഏത് വരെ ചെയ്യണം? കണ്ണ് തുറക്കുന്നത് വരെ. അല്ലെങ്കിൽ ആംബുലൻസ് വന്നാലും നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കരുത്. ആംബുലൻസിൽ കയറ്റി ആരാണോ ഇതിൽ കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഡ്രൈവറോട് പറയണം എമർജൻസി ടീം നിങ്ങളുടെ കൂടെ ഉണ്ടോ, അവർ വരെ ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയുകയാണെങ്കിൽ അത് ചെയ്തുകൊണ്ട് നമ്മൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. അപ്പൊ ജീവൻ നിലനിർത്തിയിട്ട് വേണം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ. അതാണ് CPR കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ അഡൽട്ട് CPR എന്ന് പറഞ്ഞാൽ 2 ഇഞ്ച് ആഴത്തിലാണ് നമ്മൾ ഇതുപോലെ അമർത്തേണ്ടത്. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ മറ്റൊരു കാര്യം ആലോചിക്കാനുള്ള എന്താ വെച്ചാല്, നമ്മളെല്ലാരും കൂടി യാത്ര പോകുമ്പോൾ ഒരാളെ ഇതുപോലെ കാണുകയാണ്. റോഡ് സൈഡിൽ റോഡിന്റെ നടുവിലാണ് ഒരാൾ വീണ് കിടക്കുന്നത്. നമ്മൾ ഇതേപടി ഓടിച്ചെന്നാൽ നമ്മളെ ജീവനും കൊണ്ട് മറ്റൊരു വാഹനം പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവിടെ നമ്മൾ എന്ത് വേണം, സീൻ സേഫ്റ്റി നോക്കണം. നമ്മളെ തടി കേടുവരരുത്. ആ രീതിയിലാണ് നമ്മൾ ഒരു അപകടം വന്ന ഒരാളെ കൈകാര്യം ചെയ്യേണ്ടത്. അപ്പൊ ഇതുപോലെ നമ്മളിപ്പോ ഒരു 10-60 ആളുകൾ ബസ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക, ബസ് മറിഞ്ഞപ്പോ കുറച്ച് ആളുകൾ വിളിച്ചു കൊള്ളിക്കുന്നുണ്ട്, എന്റെ കൈ പൊട്ടിയേ, കാല് പൊട്ടിയേ, ഊര പൊട്ടിയേ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്ന ആളുകളുണ്ട്. ഒന്നും വരാതെ കിടക്കുന്ന 2-3 ആളുകളുണ്ട്. നമ്മൾ ആരെ ആദ്യം നോക്കുക? പൊട്ടിയ ആളെ നമ്മൾ നോക്കും. പക്ഷെ നമ്മൾ നോക്കേണ്ടത് എന്താ? ഒന്നും വരാത്ത. കാരണം ഇവരുടെ ഹൃദയം എന്തായിട്ടുണ്ടാവും, നിന്നിട്ടുണ്ടാവും. അവര് ഏറ്റവും പെട്ടെന്ന് മരിക്കും. അവരാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. അപ്പൊ കൈകാര്യം ചെയ്യേണ്ട ഒരു രീതി എങ്ങനെയാന്ന് വെച്ചാല്, ഇവിടെ ഇരുന്നോളി. ആ, കുറച്ചുകൂടി ഇരുന്നോളി. ഇവിടെ കാല് ബാക്കോട്ട്, കുറച്ച് ബാക്കോട്ട്. ബാക്കോട്ട്. അവിടെ ഇരുന്നോളി. എന്നൊരു ശക്തമായിട്ട് തോളലിൽ അടിച്ചൂടി. ആ തോളല് അടിക്ക്. അല്ല പോരാ. ഇതാ ഈ അടി. അല്ല ഇതാ അടിച്ചൂടി. അല്ല അടിക്ക്. ഇങ്ങനെ അടിക്കൂല. അല്ല പോരാ. അതെ അതെ ഉറപ്പാണ്. അതെ, ആ അടി അടിച്ചിട്ട് എന്ത് ചെയ്യാ, വിളിക്ക. ഹലോ, വിളിച്ചോളി. മമ്മദാക്കാന്ന് വിളിച്ചോളി. അതിന് ഹലോ വിളിച്ച്. അപ്പൊ ആദ്യത്തെ വിളി നമ്മളെന്തായി, തട്ടി നോക്കിയപ്പോ അയാൾക്ക് റെസ്പോൺസ് ഇല്ല. അപ്പം ഇയാളുടെ ജീവൻ അപകട. വേഗത ആംബുലൻസുകാരൻ നിൽക്കുന്നു. അടുത്ത് ആംബുലൻസ്. അതോടുകൂടി നമ്മൾ എന്ത് ചെയ്യാ,
വെറുതെ ഒന്ന് കൈ ഒന്ന് ഇങ്ങനെ വെച്ച് നോക്കി. ഇതാ ഇവിടെ ഇത് കാര്യമാക്കണ്ട, എല്ലാവർക്കും പൾസ് കിട്ടണമെന്നില്ല. മെഡിക്കൽ ഫീൽഡിലുള്ള ആളുകൾക്കാണെങ്കിൽ കിട്ടും, അല്ലാത്തവരും അതിന്മേൽ സമയം കളയരുത്. കാരണം 5-10 സെക്കൻഡ് കൊണ്ട് ഇത് അസസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ടത് ചെയ്യണം. ഒന്ന് ചെരിഞ്ഞു നോക്കാം, ഒന്ന് ചെരിഞ്ഞ് ഇവിടെ താഴുന്നുണ്ടോ പൊന്തുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. ഇപ്പൊ കോഴിക്കോട് ട്രോമയിൽ പഠിപ്പിക്കുന്നത് എന്താ വെച്ചാല് ഇതുപോലെ വെച്ച് നോക്കാന്നാണ് അവര് പഠിപ്പിക്കുന്നത്. അപ്പൊ വേണമെങ്കിൽ അതൊന്ന് നമുക്കൊന്ന് അതൊന്ന് ചെയ്യാം. കൈ ഇങ്ങനെ വെക്കും ചെയ്യാം, ഒന്ന് ചെരിഞ്ഞ് നോക്കും ചെയ്യാം. അതെ, അല്ല നൂലിന് എന്താ വെച്ചാല് ആ നൂല് പാറുന്നത് ചിലപ്പോ നമ്മളെ ശ്വാസം കൊണ്ടാവും. അതെ അതും ആവാം. അപ്പൊ അതിലേക്ക് പോകണ്ട. നമ്മള് 2 കാര്യങ്ങൾ ഇതേപോലെ നോക്കിയാൽ മതി. കോഴിക്കോട് ഡ്രാമ എന്ന് കാണിച്ച പോലെ ഒന്ന് ഇതേപോലെ ഒന്ന് നോക്കുക, എന്നിട്ട് എന്ത് ചെയ്യാ ഇതും ചെയ്യാം. അപ്പൊ അത് 2 കാര്യങ്ങളാണ് നമുക്ക് നോക്കേണ്ടത്. ഒന്ന് ജീവൻ റെസ്പോൺസ് ഉണ്ടോ, 2 ശ്വാസം ഉണ്ടോ. അത് 2 ഇല്ലെങ്കിൽ സ്റ്റാർട്ട് സിപ്പ് ചെയ്യാം. അപ്പൊ ഹൃദയം ഇവിടെ ഒന്ന് കാണിച്ചു കൊടുക്കി. ഹൃദയം ഒന്ന് വരച്ചാളി. വെച്ചോളി. ഇനി കൈ അടച്ചോളി. ഇനി വളയാൻ പാടില്ല കേട്ടോ, വളയാൻ പാടില്ല. അല്ല ഇനി അങ്ങനല്ല, അതെ അവിടെ വെച്ചെന്നോ, ഇവിടെ വെച്ചിങ്ങനെ നിന്ന് അല്ലെ. ഇനി ഇങ്ങനെ കൈ കൊണ്ടല്ല അമർത്തുന്നത്. എന്തുകൊണ്ടാണ്? അതെ, ഇതാണ് നമ്മൾ ടോപ്പ് ജമ്പിങ്ങിൽ എന്താ ചെയ്യുന്നത് അല്ലേ? ടോയ് അല്ലല്ലോ, ടോ ജമ്പിങ് അല്ലേ. ഇതിങ്ങനെ സ്റ്റാർട്ടാക്കിയാൽ ഇതുപോലെ ഇങ്ങനെ സ്റ്റാർട്ടായി. അതെ, അത് എണ്ണിക്കോളി. 1 2 3 4 5 6 7 8 9 10. അപ്പൊ ഇതിന്റെ പ്രവൃത്തി എന്താ വെച്ചാല് ഹൃദയത്തിൽ ഉണ്ടായിരുന്ന രക്തം ആദ്യം നശിച്ചു പോവുക തലച്ചോറ, അതിലേക്ക് പോയി, പിന്നെ ശരീരത്തിന്റെ നാനാഭാഗത്തേക്ക് പോയി, തിരിച്ചു വന്ന് വീണ്ടും തിരിച്ചു പോണു. അപ്പൊ ഹൃദയം വർക്ക് ചെയ്യണം. ഇത് വർക്ക് ചെയ്യാതെ നമ്മൾ വെച്ചാൽ ആസ്പത്രിയിലേക്ക് വേഗം എടുത്തു കൊണ്ടുപോയാൽ ഡോക്ടർ പറയും എപ്പോഴത് വീണ്, കുറച്ചേരായി, സമയം കഴിഞ്ഞെന്ന് പറയും. അപ്പൊ അത് നമുക്ക് നമ്മളിടയിൽ നിന്ന് ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടാകരുത്. നമ്മൾ ഇതുപോലെ ചെയ്യണം. ഒരു ജീവൻ രക്ഷിക്കണം. ജീവൻ രക്ഷിച്ചാല് ഉള്ളൊരു കൂലി എന്താ വെച്ചാല്, ഇപ്പോ എല്ലാ മതങ്ങളും പറയുന്നുണ്ട് ജീവൻ രക്ഷിക്കണതിനെ പറ്റി അല്ലേ. മാനവസേവ മാധവസേവ എന്ന് ഹിന്ദു ശാസ്ത്രത്തിലുണ്ട്. മുസ്ലിങ്ങളിലാണെങ്കിൽ നമ്മളെ ഖുർആനിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, ഒരാളെ കൊന്നാല് ലോകത്തുള്ള മുഴുവൻ ആളുകളെയും കൊന്ന ശിക്ഷ, ഒരാളെ രക്ഷിച്ചാൽ മുഴുവൻ ആളുകളെയും ജീവിച്ച കൂലി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ വളരെ പ്രാമുഖ്യമാണ് ഒരാളെ ജീവൻ രക്ഷിക്കാന്നുള്ളത്. അത് ഏത് മതം പറയുന്നത് അത് തന്നെയാണ്. കാരുണ്യം, ഒരാളെ കാരുണ്യം ചെയ്യാം അല്ലെ. അപ്പൊ അത് നമ്മൾ ചെയ്യണം. ഒരാൾ ഇതുപോലെ ഇനി മരണത്തിന് വിട്ടുകൊടുക്കരുത്. നമ്മൾ വേഗം എന്ത് ചെയ്യുക, അവിടെ ചെന്നിട്ട് ഇതുപോലെ അസസ് ചെയ്തിട്ട് അവിടെ കൈ വെച്ചോളൂ. അപ്പൊ 1 മിനിറ്റിൽ 100 മുതൽ 120 പ്രാവശ്യം വരെയാണ് ഇതിങ്ങനെ ചെയ്യേണ്ടത്. അപ്പൊ 30 പ്രാവശ്യം കഴിഞ്ഞാൽ എന്ത് ചെയ്യാ, ഒന്ന് ബ്രേക്ക് ചെയ്യാ, വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. ചെയ്തോളൂ, ഓരോരുത്തരും ചെയ്തോളൂ. നമുക്ക് അടുത്തേക്ക് പോവാം. ശരി ഒന്ന് ചെയ്ത് പഠിച്ചോളൂ. ശരി, ഒരാൾ ഇരുന്നോളൂ. വെരി ഗുഡ്. അതെ ശരി. ആംബുലൻസ് റെസ്പോൺസ് ഇല്ലെങ്കിൽ ആംബുലൻസ്. റൈറ്റ്, കൈ വെച്ച്. ഇനി എന്താ പൾസ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. പൾസ് എന്നിട്ട് ഒന്ന് ചെരിഞ്ഞു നോക്കാം. ഒന്ന് ചെരിഞ്ഞു നോക്കുന്നത് എന്താ വെച്ചാല് ആ നോട്ടം കൊണ്ട് കയ്യാടെ വെച്ചോളി. ബോഡി വെയിറ്റ് 1 2 3 4 5 6 7 8 9 10 12 14 16 18 20 22 24 26 27 28 29 30 നമ്മൾ അളിയനാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അളിയനാണെങ്കിൽ ഇതുപോലെ ഒന്ന് പിടിച്ച് മൂക്കിലൊന്ന് പിടിച്ചോളി. 2 ശ്വാസനം കൊടുത്താൽ. അതെ, ഒന്നുകൂടി. അതെ, ഇതാണ് നമ്മളെ ബന്ധമാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. പുറമെന്നാണ് കംപ്രഷൻ ഓൺലി CPR ചെയ്താൽ മതി. 1-2 ആളുകൾ. ഇനിയിപ്പോ 30 പ്രാവശ്യം കംപ്രസ് ചെയ്ത്
നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റിയ 5 പ്രാവശ്യം 5:30. അതില് നമുക്ക് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യാം, ഒരാളും കൂടി ഒരു സഹായത്തിന് ഇരുന്നോ, വേറൊരാളും കൂടി ഇരുന്നോ, നിങ്ങൾ ചെയ്തോളി, സ്റ്റാർട്ട് ചെയ്തോ. റൈറ്റ്. നെക്സ്റ്റ് ആംബുലൻസ്. റൈറ്റ്. യെസ് ആംബുലൻസ്. വളയണ്ട അവിടെ വെച്ചോളി. വെച്ചിട്ട് ഇങ്ങനെ എടുത്തടിക്കാതെ. റൈറ്റ്. വളരെ ക്ലിയർ. 20, 21, 22, 23, 24, 25, 26, 27, 28, 29. ഇവര് 30 എന്ന് പറയുമ്പോ നിങ്ങൾ എന്ത് ചെയ്യണം, നെറ്റ് ഒന്ന് പിടിച്ച് 1 എയർവേ ഒന്ന് ശരിയാക്കി, 2 ശ്വാസം, 1 2. അതെ, നീ സ്റ്റാർട്ട് സിപ്പിയ. അതായത് അതെ, നമ്മൾ ആളുകളാണ് മൗത്ത് ടു മൗത്ത് കൊടുക്കണം, മൗത്ത് ടു മൗത്ത്. അങ്ങനെ ടബിലിട്ട് കൊടുക്കുമ്പോ അതിനനുസരിച്ച് വീർക്കണം എന്നില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ കുഴഞ്ഞപ്പോ നിങ്ങളാ ചെയ്യണ്ടേ. അടച്ചോളൂ, അവിടെ കൈ അടച്ചോളൂ. അതെ, വെരി ഗുഡ്. ഏത് സൈഡിലും കൊടുക്കാം. ശരി. ലേഡീസിന് 2 ആളുകള് ഒന്ന് ഇരുന്നോ. വെരി ഗുഡ്. ഒരു പേടിയും പേടിക്കണ്ട. സ്വന്തം ഭർത്താവോ നമ്മളെ വീട്ടിലോ ഒരാളുണ്ടെങ്കിൽ നമ്മളെ ഇങ്ങനെ അടിക്കണ്ട. നമ്മൾ എന്ത് ചെയ്താൽ മതി, ഭർത്താവിന്റെ നെഞ്ചിലാണെങ്കിൽ എന്താന്നൊക്കെ പറ്റിയെന്ന് വേണമെങ്കിൽ ഒന്ന് അടിച്ചു നോക്കിയാൽ എന്താണെന്നറിയോ, വർക്ക് കാര്യം തീർക്കോ. വെച്ചോളൂ, ഇരുന്നോളി, നല്ല അടിച്ചോളി. അതെ, വെരി ഗുഡ്. ബംഗാളി ആണെങ്കിൽ ബംഗാളി. അരേ ഭായ്. അടിച്ചോളി. ഇത് വേഗം എന്ത് ചെയ്യാ, അപകടത്തിലാണ്. വേഗം ആംബുലൻസ്. ഓക്കെ. അത് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ജസ്റ്റ് നിങ്ങൾക്ക് പിന്നെ കരോട്ടിഡ് പൾസ് ഒന്നും നോക്കാം. ഇതുപോലെ തിരിച്ചു വെച്ചാൽ ഇങ്ങനെ ചെരിഞ്ഞൊന്ന് നോക്കിയാൽ. അപ്പൊ 2 കാര്യം അസസ് ചെയ്യാം. 1 ബോധമുണ്ടോ, 2 അതെ ഇല്ല. സ്റ്റാർട്ട് CPR. അപ്പൊ CPR ചെയ്യുമ്പോ ഹൃദയം കണ്ടുപിടിക്കണം. ഒരു ഇങ്ങനെ വരച്ചാൽ ഇവിടെ ഒരു എല്ലുണ്ട്, ഇവിടുന്ന് ഇങ്ങനെ വരച്ചാൽ. അപ്പൊ സെന്റർ എവിടെ കിട്ടി? അവിടെ ഈ കൈയിന്റെ ഇത് വെക്കണം. വെച്ചാൽ അതെ, വലത്തെ കൈമേല് ഇടത്തെ കൈ. അതന്നെ. കുറച്ചുകൂടെ ഇങ്ങോട്ട് അല്ല, സെന്റർ നിങ്ങളിവിടെ സെന്റർ വരച്ചു. സോറി ഇതാ വരച്ചു. അവിടെ കൈ വെച്ചു. കണ്ടോ, ആ രീതി വളരെ ശരി. ഓക്കെ. അപ്പൊ 30 പ്രാവശ്യങ്ങൾ ഇതിന് ശേഷം നിങ്ങൾ കഴിഞ്ഞാൽ സ്റ്റാർട്ട് CPR. അപ്പൊ എന്തായാലും ഹൃദയം വർക്ക് ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പൊ വലിയ ആളുകൾക്ക് ചെയ്യേണ്ട CPR ഇങ്ങനെയാണ്. നിങ്ങൾ ആരും വേണം. അപസ്മാരമുള്ള ആൾക്കാർ അപസ്മാരം വീണാല് ഇത് ചെയ്യാൻ പറ്റുമോ? അപസ്മാരം ഇളകിയാല് അയാള് അപസ്മാരം എന്ന് പറഞ്ഞാൽ എന്താ, ഇളക്ക. അപ്പൊ അയാളെ ഹൃദയം നിന്നില്ല. അതാണ്. അല്ല, ആ ചോദ്യത്തിലൊരു കാര്യമുണ്ട്. അപസ്മാരം ഇളകി ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മിണ്ടണില്ല. നമ്മൾ ഈ കൊപ്പരത്തോട്ടിൽ ഒരു കുട്ടി വെള്ളത്തിൽ പോയി. ആ കുട്ടീനെ അല്ല അത് വേറെ രസം. കൊപ്പരത്തോട്ടിൽ നിന്ന് ഒരു കുട്ടീനെ നമുക്ക് ഇതുപോലെ പൊക്കി കിട്ടി. നമ്മൾ ആദ്യം ആ കുട്ടിക്ക് എന്താ നോക്ക, പൾസ് എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് ബോധമുണ്ടോ എന്നുള്ളത് നോക്കിയതിന് ശേഷം പിന്നെന്ത് ചെയ്യാ, ശ്വാസം ഉണ്ടോ എന്ന് നോക്കുക. ബോധം ശ്വാസം ഇല്ലെങ്കിൽ പിന്നെ അടുത്ത പണി ഏതാ, നമ്മളെ വലിയ ആയുധം CPR. വലിയ ആയുധം അതാണ് ചെയ്യല്, CPR. അതിനുശേഷമാണ് ബാക്കി കാര്യങ്ങൾ. ജീവൻ നിലനിർത്തുക എന്നുള്ളതാണ് ആദ്യത്തെ പണി. പിന്നെ കുട്ടികൾ മുലക്കെ കുടിച്ചാൽ തരിപ്പ് പോകും അല്ലെ, തരിപ്പിലേക്ക് പോകാൻ ഓട്ടമില്ല സത്യത്തില്. അങ്ങനത്തെ ഒരു കേസിൽ നമ്മള് കുട്ടികളെ എന്താ ചെയ്യലുകള്,
കാണിച്ചോളി നിങ്ങള് കാണിച്ചാൽ മതി കാണിച്ചോളി കറക്റ്റ് അതാ അതെ അതൊന്ന് ചെത്തി ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി അപ്പൊ ആണുങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ ജോലി ചെയ്യും ആണുങ്ങൾ പഠിക്കണം ഇതുപോലെ പുറത്തേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ തട്ടിക്കൊടുത്താൽ മതി അതിനാ അതെ അതുപോലെ ഇതുപോലെ ഇങ്ങനെ തട്ടിക്കൊടുത്താൽ പക്ഷെ ഇങ്ങനല്ല പുറത്തേക്ക് നല്ലോട്ടിട്ട് പുറത്തേക്ക് ഇട്ടിട്ട് വേണം ഇങ്ങനെ തട്ടിക്കൊടുക്കാൻ ഈ കുട്ടിക്ക് CPR ചെയ്യേണ്ട ചില സന്ദർഭങ്ങൾ വരും ഈ കുട്ടികൾക്ക് ചിലപ്പോ ഈ പറഞ്ഞ പോലെ കുട്ടികൾ ബക്കറ്റിൽ വെള്ളത്തിലൊക്കെ വീണിട്ട് നമ്മൾ കാണുന്ന കുട്ടികളെ നീല നിറത്തിലും മറ്റുമൊക്കെ കാണും ആ കുട്ടികളെ ഒരു നല്ല പ്രതലത്തിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഈ കുട്ടിക്ക് ബോധം ഉണ്ടോ നോക്കാൻ എന്ത് ചെയ്യണം കുട്ടിക്ക് ഇവിടെ ഒരൊറ്റ അടി കൊടുത്താൽ പിന്നെ ആ കുട്ടിക്ക് ബോധം ഉണ്ടാവില്ല അപ്പൊ ആ കുട്ടിക്ക് ബോധം ഉണ്ടോന്ന് എങ്ങനെ നിങ്ങൾ നോക്കല് കുട്ടികള് മിണ്ടാതായാല് കാലിന്റെ അടിയിൽ ഒന്ന് ചൊറിഞ്ഞു കൊടുക്കും ഇങ്ങനെ ഒന്ന് നോക്കുക എന്നിട്ട് എന്ത് ചെയ്യാ കുട്ടികളെ ശ്വാസം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ടാവും ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും അതൊന്നും ഇല്ലെങ്കിൽ പ്രതലമായിട്ടുള്ള ഒരു സ്ഥലത്ത് വെക്കുക അപ്പൊ ഈ കുട്ടിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ 300 അല്ല ഈ കുട്ടികൾക്ക് ജനിച്ചത് മുതൽ 1 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 300 എല്ലുണ്ടാവും ആ എല്ലുണ്ടാവും വളരെ സോഫ്റ്റാ അപ്പൊ ഇതിന് ഇങ്ങനെ CPR ചെയ്യുമ്പോ എന്താ കഥ ഈ എല്ല് മുഴുവൻ പൊട്ടാൻ സാധ്യതയുണ്ട് അപ്പൊ ഒന്ന് എന്ത് ചെയ്യണം ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് 2 വിരലുകൊണ്ടാണ് 1.5 ഇഞ്ച് ആഴത്തിൽ ഇതുപോലെ ചെയ്തു കൊടുക്കേണ്ടത് അപ്പൊ ഒരാളാണെങ്കിൽ ഇതുപോലെ 30 പ്രാവശ്യം ചെയ്യുക പിന്നെ എന്ത് ചെയ്യാ നമുക്ക് ഇവിടെ മൂക്കും വായും പിടിച്ചിട്ടാണ് ഇവിടെ ശ്വാസം കൊടുത്തത് ഇവിടെ എന്ത് വേണ്ട മൂക്കും വായും നമുക്ക് കൂട്ടിയിട്ട് കൊടുക്കും ചെയ്യാം നിങ്ങൾ വരി ഒരു സഹായം കൂടി ഉണ്ടാകുമ്പോ വരി ചേച്ചി വിടന്ന് ചേച്ചി വാ നിങ്ങൾ ഒരാള് വരെ ഒരാളുകൊണ്ട് വന്നോളി അതന്നെ ഇനി നമ്മൾ ആംബുലൻസ് എവിടെ ആംബുലൻസ് കുട്ടിക്ക് ബുദ്ധിമുട്ടായി നമ്മൾ CPR ചെയ്തുകൊണ്ടിരിക്കാണ് ഞാൻ ഒറ്റയ്ക്ക് അപ്പൊ സഹായിക്കാൻ ആരുണ്ട് ഇവരുണ്ട് നിങ്ങൾ ഈ തല ഇങ്ങനെ ലോക്ക് ചെയ്ത് പിടിച്ചാൽ മതി ഈ തല ഇങ്ങനെ ലോക്ക് ചെയ്ത് പിടിക്കാം ഇങ്ങനെ പിടിച്ച അവിടെ നിന്ന് കടത്തിക്കോളെ കടത്തിയിട്ട് ലോക്ക് ചെയ്ത് പിടിച്ചോളി ഇനി തല അനങ്ങൂലല്ലോ ഇല്ല നീച്ചോളെ അപ്പൊ എന്ത് ചെയ്യാ നമ്മൾ നടന്നു പോകുമ്പോ ഇതുപോലെ 2 വിരലുകൊണ്ട് ഇതുപോലെ തമ്പിന് ഇങ്ങനെ കംപ്രഷൻ ചെയ്യുക അത് എത്ര വരെ 15 മതി ഒറ്റക്കാവുമ്പോ എത്രയായിരുന്നു 30 ഒരു സഹായം ഉണ്ടാവുമ്പോ നമ്മളിങ്ങനെ പോയി കൊടുക്കുക ഞാൻ 15 എന്ന് പറയുമ്പോ ചേച്ചി എന്ത് ചെയ്യും ഒന്ന് ശ്വസനം കൊടുത്താൽ കാണിച്ചാൽ കണ്ടോ ഇങ്ങനെ കൊടുക്കുകയും ചെയ്യാം ഇതാണ് ഏറ്റവും ചെറിയ കുട്ടികൾക്ക് ബാവ ഇൻഫന്റ് എന്ന് പറയുന്ന കുട്ടികൾക്ക് കൊടുക്കേണ്ടത് ഇനി ഇതിലും മോള് വാ ചെറിയ മോള് വാ മോളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി ഒരു കൈ കൊണ്ട് മാത്രമാണ് കുട്ടിക്ക് CPR കൊടുക്കേണ്ടത് ആ 1.5 ഇഞ്ച് ആഴത്തിൽ ഇതുപോലെ കൊടുക്കുകയാണ് വേണ്ടത് അപ്പൊ CPRന്റെ ഏകദേശം ഒരു രൂപം മനസ്സിലായിട്ടുണ്ടാവും അതിന് ഇനി വരാൻ പോകുന്നത് സ്ട്രോക്കിന്റെ നമ്മളെ പാലിയേറ്റീവിലൊക്കെ ഏറ്റവും കൂടുതൽ വരുന്ന രോഗികൾ സ്ട്രോക്കും ക്യാൻസറും ഒക്കെയാണ് സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ പെട്ടെന്ന് ചില ആളുകൾക്ക് കാണാൻ പറ്റും അതായത് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ഭയങ്കര പനിയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകുക അങ്ങനെ ചേട്ടൻ പറയാ എനിക്ക് എന്തോ ഒരു ഇങ്ങനെ തലയിട്ടാണ് ബാലൻസ് തെറ്റണെന്ന് പറയാം ബാലൻസ് തെറ്റണെന്ന് പറയുമ്പോൾ നമ്മൾ നല്ല അലർട്ടാണ് അപ്പൊ നമ്മൾ ചോദിക്കുക കണ്ണിന് എന്തെങ്കിലും കാഴ്ച കണ്ണ് തീരെ കാണുന്നില്ല എന്നറിയാം കണ്ണ് കാണുന്നില്ല ഇരുട്ടാർക്കില്ല പെട്ടെന്ന് വരില്ല ക്രമേണ വരുന്നതല്ല പെട്ടെന്ന് ഒരാൾക്ക് അങ്ങനെ ഒരു അവസ്ഥയില്ല അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ വേഗം മുഖത്തേക്കൊന്ന് നോക്കാം അപ്പൊ സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ചെറിയ ഒരു കോട്ടം കാണും അത് കണ്ടാൽ നമുക്ക് ഉറപ്പായി അതാണ് അപ്പൊ ഒന്നും കൂടി പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ചേട്ടനോട് പറയാ ഒന്നും ഇങ്ങനെ പിടിച്ചോളി ഒന്ന് എണ്ണിക്കോളി 1 2 3 4 5 6 7 8 9 10 വരെ ഇതുവരെ പിടിച്ചിരിക്കാൻ കഴിയില്ല അപ്പൊ ഏത് വീണ് ഇവിടെ വീണ് ഇതിന്റെ രസം എന്താ വെച്ചാല് നമ്മളെ തലച്ചോറിന്റെ പ്രവർത്തനം ഈ ഭാഗത്തെ പ്രവർത്തനം എവിടെയാണ് ഇടത് ഭാഗത്താണ് തലച്ചോറിന്റെ ഈ ഭാഗത്താണ് വലത് ഭാഗം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ കൺട്രോൾ സിസ്റ്റം കൊണ്ടുപോയി വെച്ചത് അപ്പൊ ഇടത്തെ കൈകൊണ്ട് എഴുതുന്ന കുട്ടികളെ യാതൊരു കാരണവശാലും വലത്തെ കൈകൊണ്ട് എഴുതണമെന്ന് നിർബന്ധിക്കാൻ പാടില്ല കാരണം ദൈവം തമ്പുരാൻ കൊണ്ടുപോയി വെച്ച കൺട്രോൾ ഇവിടെയാണ് അത് അതുപോലെ നടന്നോട്ടെ അപ്പൊ സ്ട്രോക്ക് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം എന്ത് ചെയ്യാം വേഗം വർത്തമാനം പറഞ്ഞു നോക്കിയാല് എന്തെങ്കിലും ചോദിച്ചാല്
വർത്താനം പറയാൻ, സ്ലറിംഗ് ഓഫ് സ്പീച്ച്, ഇതൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. ഇതുണ്ടെങ്കിൽ ഏറ്റവും മർമ്മപ്രധാനമാണ് ടീ. ടീ എന്ന് പറഞ്ഞാൽ ചായ കുടിക്കല്ല, ടീ ചായ കുടിക്കുക. ടൈം വളരെ പ്രധാന. ഏറ്റവും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എവിടേക്ക് എത്തിക്കണം? താലൂക്ക് ആശുപത്രിക്കല്ല, നല്ല അതായത് സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളുള്ള ആശുപത്രിയിലേക്ക് എത്തിക്കുക. അവിടെയുള്ള ടെസ്റ്റുകളും കാര്യങ്ങളും നടത്തി ആ സമയത്ത് അവരൊരു ഇഞ്ചക്ഷൻ ചെയ്തു കൊടുത്താൽ ഇതിനെ രക്ഷിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു കിടപ്പ് രോഗിയായിട്ട് നമ്മളെ ആശ്രയിച്ചുകൊണ്ട് വർഷങ്ങളോളം കിടക്കേണ്ടി വരും. അതാണ് സ്ട്രോക്ക്. പാമ്പ് കടിച്ചാൽ ഒരു കാരണവശാലും കാലിൽ കെട്ടേണ്ട ആവശ്യമില്ല. പാമ്പ് കടിച്ചാൽ കാലിന്റെ ഇതിൽ കെട്ടേണ്ട കാര്യമില്ല. കെട്ടിക്കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഏറെ വിഴുങ്ങിയ സമയത്താണ് പാമ്പ് കടിച്ചതെങ്കിൽ നമുക്ക് എന്തുണ്ടാവില്ല, ഇത് അധികം വിഷം ഉണ്ടാവില്ല. അപ്പൊ നമ്മള് വിഷം ഇനി കടിച്ചിട്ട് വിഷം ഇല്ല, നമ്മളിവിടെ വലിച്ച് കെട്ടിയും ചെയ്ത് സ്ട്രോക്ക് വന്നതിന്റെ കാര്യം എന്താ? ബ്ലോക്കാ. അവിടേക്ക് രക്ത ഓട്ടമില്ല. ഇവിടെ വലിച്ചു കെട്ടിയാലും ഇങ്ങോട്ട് രക്ത ഓട്ടം ഉണ്ടാവില്ല, ചിലപ്പോ അവിടെ മുറിക്കേണ്ടി വരും. അപ്പൊ കെട്ടാണെങ്കിൽ കെട്ടുമ്പോ എന്ത് ചെയ്യണം വെച്ചാല്, ഒന്ന് കെട്ടുന്നതോട് കൂടി എന്ത് വേണം വെച്ചാല്, കണ്ടോ, ഒരു വിരലിട്ട് കൊടുക്കണം. വിരല് പോകുന്ന രീതിയിലായാൽ എന്തായി? അവിടെയാണ്. കെട്ടിയിട്ടില്ലെങ്കിൽ ചേട്ടൻ പറയും, അയ്യോ എന്റെ വല്യച്ഛൻ പറഞ്ഞല്ലോ പാമ്പ് കടിച്ചാ കെട്ടണം. പഠിച്ചാൽ എനിക്ക് കെട്ടിയിട്ടില്ലല്ലോ. പേടി കൊണ്ട് ആള് മരിക്കും. അപ്പൊ പാമ്പ് കടിച്ച ഒരാളെ നമ്മൾ വേഗം എന്ത് ചെയ്യണം? സമാശ്വസിപ്പിക്കണം. സമാശ്വസിപ്പിച്ചിട്ട് അയാളെ നടത്താൻ പാടില്ല. അയാൾ വേഗം ആശുപത്രിയിൽ കൊണ്ടുപോവുക. അവിടെ ഉണ്ട് ടീ. ചായ കുടിക്കാൻ നിൽക്കരുത്. ടീ എന്ന് പറഞ്ഞാൽ ചായ കുടിക്കാൻ നിൽക്കരുത്. നിലമ്പൂരിൽ ഒരു കുട്ടിയും മരിച്ച ഒരു കഥ നമ്മളൊക്കെ കേട്ടതാ. പാമ്പ് കടിച്ചിട്ട് ആദ്യം നാട്ടുവൈദ്യന്റെ അടുത്ത് കൊണ്ടുപോയി, പിന്നെ താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി. ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ സമയം ഇതിന് വളരെ പ്രധാനമാണ്. മാത്രമല്ല ആ കുട്ടിനെ മോട്ടോർ സൈക്കിൾ മേലെ നടത്തിക്കൊണ്ടുപോയി. അപ്പൊ ഇളകാനും പാടില്ല. അപ്പൊ അങ്ങനെ ഒരു സന്ദർഭം വന്നിട്ടുണ്ട്. ഇനി ഒരാളെ എങ്ങനെ എടുത്തു കൊണ്ടുപോകുക എന്നുള്ള ഒരു കാര്യം കൂടി വളരെ ഈസി ആയിട്ട് കാണിച്ചു തരും. വേണ്ട, കിടക്കണ്ട. ഒരാളെ നമുക്ക് മെല്ലെ ചേട്ടന്റെ പെരയിൽ എത്തിച്ചു കൊടുക്കണം. നിങ്ങളെന്താണ് വേണ്ട, ഞാൻ പറഞ്ഞ പോലെ ചെയ്ത അല്ല, വിട്ട് കൈയിട്ടാളി ഇങ്ങനെ വെച്ചാളി. നിങ്ങളെ കൈ ഒന്നോട്ടെ. ഈ പിടുത്തം നിങ്ങൾ ഇന്നെ പിടിച്ചോളി, പിടിച്ചോളി. ഈ പിടുത്താണ് ഇനി പിടിക്കാൻ പോണേ. ഈ പിടുത്തം ഒന്ന് പരീക്ഷ നോക്കിയാണ്. ഇതുപോലെ അടുത്തടുത്തുള്ള ആളുകളെ ഒന്നിങ്ങനെ പിടിച്ചോളി. ഇതില് ഗബർക്ക് ഒന്ന് വിട്ടാളി. നിങ്ങളെ വിട്ടോളി. അല്ല, ഞാൻ വിടൂല. ഒരാള് വിട്ടു നോക്കിയാണ്, മറ്റേ ആള് വിടൂല. ഈ പിടുത്താണ് പിടിച്ചിട്ട് നമ്മൾ കൊണ്ടോണ്ടത്. ഞാൻ വിൽക്ക് വരാം. അതേ സമയത്ത് ഇങ്ങനെയാണെങ്കിൽ എന്താവും? എടുത്ത ആള് ഇവിടെ ഉണ്ടാവും, നമ്മള് ഏതെങ്കിലും ആശുപത്രിയിലും ഉണ്ടാവും. ശരി, പിടിച്ചു കഴിഞ്ഞു അല്ലേ? പിടിച്ചു കഴിഞ്ഞു. നിങ്ങൾ തല ഒന്ന് വിട്ടുവെച്ചാളി, ഒന്ന് ചെരിഞ്ഞാളി. ഇനി ഇത് നല്ല 10-100 കിലോ ഉള്ള ആളാണ് കേട്ടോ. 100 അടച്ചോ. അതാ കൊണ്ടേക്കോളി. ആ കപ്പറിനോട്ട് കൊണ്ടേക്കോളി. അതല്ലേ തന്നെ, അങ്ങനെ ചെയ്യാൻ പറ്റില്ലേ? ഒന്ന് ആരെങ്കിലും ഒന്നുകൂടി ചെയ്ത് നോക്കിയാണ്. ഒന്നുകൂടി ചെയ്താണ്. അല്ല അങ്ങനെ ഒരാള് ഒരു കല്ലില്ലാത്ത തല ഒന്ന് വിട്ടേക്ക്. കൈ ബന്ധിച്ചാളി. തല കിട്ടിട്ടു. മുഖം വെക്കട്ടെ. അല്ല നല്ല കയറി ഇരുന്നോട്ടെ. എന്താവും? തമ്മല് കോർക്കും, ചികിത്സാ ചെലവ് കൂടും, കോംപ്ലിക്കേഷൻ കൂടും. അപ്പൊ ആളെ നടത്താതെ കൊണ്ടുപോകാനുള്ള ഒരു രീതിയാണ് അത്. ഈ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കണം നമുക്ക്. അതൊന്ന് പെട്ടെന്ന് ഉണ്ടാക്കി. ഉണ്ടാക്കണോ? ശരി. ഒരാളിട്ടാണ് ഇട്ടോളി. ആളെ ഇട്ടോളി. ഇങ്ങനത്തെ കുറച്ച് തടി കൂടുതലല്ലേ ചേച്ചി? ആ ചേച്ചി ഇട്ടോട്ടെ. ആരോ ഒരാളിട്ടോ. ഇട്ടോളി. ഇട്ടോളി.
വേട്ടോളി ഞാൻ അതിന് മാക്സിമം 2 വടി വേണല്ലോ. വടി ഉണ്ടോ? നമുക്ക് ഇവിടെ നോക്കിച്ചാ അതെ വരി നിങ്ങൾ രണ്ടാളും വരി. നിങ്ങളെ മാക്സി പറഞ്ഞു നിങ്ങൾ രണ്ടാളും എടുത്ത് ക്ലാസ് എടുത്ത് ഉപയോഗിച്ചോളി. രണ്ടല്ലേ ഇത് കൊടുക്കണ്ട. പിടിച്ചോളി അതിന്റെ തല പിടിച്ചോളി. നീ എന്താ ചെയ്യാ? മേലോട്ട് പൊക്കിക്കാളി. ചേച്ചി വിടരുത് കേട്ടോ. ഇത് പൊക്കിക്കാളി അല്ല ഇത് ഒഴിവാക്കി. കൈയൊന്നും തലേന്നിട്ട് ഒഴിവാക്കി. പിന്നെ തലയില്ലാത്ത പ്രശ്നം വെച്ചോളി. കൊണ്ടേക്കോളി. അപ്പൊ ഇത് കൊണ്ടുപോകേണ്ട ഒരു രീതി ഉണ്ട്. അത് ഈ രീതിയിൽ നിന്ന് വന്ന് മാറിയിട്ട് നിങ്ങൾ തിരിഞ്ഞിട്ട് ഇങ്ങോട്ട് പിടിച്ചോളി. തിരിഞ്ഞ് അല്ല ഒരാള് തിരിഞ്ഞ മറ്റേല്ല. പോയിക്കോളി ആ രീതി. ഇനി കൊണ്ടുവരും. ഇവിടെ വെച്ചോളി. ഇനി കൈമലോ തലക്കോ എവിടെങ്കിലും ഒക്കെ മുറിവ് പറ്റിയാല് നല്ല വൃത്തിയുള്ള ഒരു ശീല ഇങ്ങനെ വെക്കാം. ഇങ്ങനെ വെച്ച് നോക്കുമ്പോ എന്തായി വീണ്ടും രക്തം ഇങ്ങനെ പുറത്തേക്ക് പോരാ. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഒന്ന് പൊന്തിച്ച് വെക്കും. കാരണം നമ്മള് വിത്ത് കുഴിച്ചിട്ടിട്ട് അല്ലെ, ഒരു മരം കുഴിച്ചിട്ടിട്ട് വീണ്ടും പറിച്ചു പേര് വന്നിടന്ന് അല്ലെ, വെക്കും. അപ്പൊ അങ്ങനെ നോക്കരുത്. കാരണം കുറച്ച് ഭാഗം ക്ലോട്ട് ആയിട്ടുണ്ടാവും. അവിടെ എന്ത് ചെയ്യാ? നിന്നിട്ടില്ലെങ്കിൽ വേഗം രണ്ടാമതും ഇത് വെച്ചിട്ട് ഇങ്ങനെ നിർത്താം. ഇനി പിടിച്ചോളി. പിടിച്ചതിന് ശേഷം ഇതിന് ബാൻഡേജ് എന്നാ ഇതിന് പറയാം. ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ 105 സെന്റിമീറ്റർ നീളമുള്ള ഒരു ശീല നമുക്ക് എങ്ങനെ മടക്കിയാലും എന്തായി? ട്രയാങ്കിള് അല്ലെ? ട്രയാങ്കിളായി. ഇങ്ങനത്തെ ഒരു ശീല എടുക്കാം. എന്നിട്ട് ശീല എടുത്തിട്ട് എന്ത് ചെയ്യാ? ഇതുപോലെ ഇവിടെ വെച്ചിട്ട് കെട്ടിക്കാളി ആയിട്ട് കെട്ടിക്കാളി. ഇങ്ങോട്ട് തിരിച്ച് അങ്ങോട്ട്. അപ്പൊ ഈ കെട്ടില് മെഡിക്കൽ ഫീൽഡിലുള്ള ഒരാളാണെങ്കിൽ ഈ പൊട്ടിന് സ്ക്വയർ നോട്ട് എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു കെട്ടുണ്ട്. അതിങ്ങനെ വലിച്ചാൽ ഇങ്ങോട്ട് പോകും. ഇതേപോലെ നിർത്തിയാല് ഇങ്ങനെ കൊണ്ടുപോകാം. കൈക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എല്ല് പൊട്ടിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും? ചെറിയൊരു വടി വെച്ച് ഇങ്ങനെ കെട്ടും. ഇവിടെ ഇതുണ്ടെങ്കിൽ ഇത് വെച്ച് കെട്ടണത് എന്തിനാ വെച്ചാൽ ഇത് ഇളക്കണ്ടാണ്. അപ്പൊ നീളമുള്ള വടി വെച്ചിട്ട് വേണം ഇതുപോലെ കെട്ടാൻ. 2 വടി വെച്ചിട്ട് വേണം കെട്ടാൻ. എന്നിട്ട് എന്ത് ചെയ്യാ? ഇതൊന്ന് ഇതുപോലെ ഇങ്ങനെ ചെയ്യണം. ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഒരു ശീല എടുത്തിട്ട് ഇതുപോലെ സ്ലിങ് ചെയ്തിട്ടാണ് കൊണ്ടുപോകേണ്ടത്. അപ്പൊ ഇതുകൊണ്ടൊക്കെ ഉള്ള ഗുണം എന്താ വെച്ചാൽ ആസ്പത്രി ബില്ല് കുറയും. ഇതിങ്ങനെ ഇതാവുന്നതോട് കൂടി എല്ലുമ്പോ കുറക്കും, ബ്ലീഡിങ് കൂടും. അതിനൊക്കെ കുറക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഫസ്റ്റ് എയ്ഡ്. അപ്പൊ ഫസ്റ്റ് എയ്ഡ് ചെയ്യാതെ ഒരാളെ ആശുപത്രി കൊണ്ടുവരുന്നത്. അവസാനം നിർത്താൻ നേരത്തെ ഒറ്റ കാര്യം കൂടി പറയാം. പെരുവണ്ണൂരിലെ ഒരു പെൺകുട്ടി മരിച്ചു പോയത് നായ കടിച്ചിട്ടാണ്. നായന്റെ സ്വഭാവം എന്താ വെച്ചാലും നമുക്ക് 15 വയസ്സിൽ കുറവുള്ള കുട്ടികളെയാണ് സാധാരണ നായ ഏറ്റവും ബുദ്ധിമുട്ടാണ്. മദ്രസയിൽ പോകുന്ന കുട്ടികൾ നായ വരച്ചാൽ എന്ത് ചെയ്യും? കുട്ടികൾ ഓടും. നമ്മളെക്കാൾ 5 ഇരട്ടിയില് ഓടാൻ ആർക്ക് കഴിയും? നായ്ക്ക് കഴിയും. അപ്പൊ നമ്മളെ കൈയോ കാലോ എവിടെയും കടിച്ച് കൊണ്ടുപോകും. നായ നമ്മളെ കുറയ്ക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ നിന്നിട്ട് എന്ത് ചെയ്താൽ മതി? നായ കടി കുറച്ചിട്ട് ഒറ്റ നായ ഉടക്കും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാ? ഒരു സാധനം ഇടുക്കുന്ന മാതിരി ഇങ്ങനെ കാണിച്ചിട്ട് ഇതേപോലെ ആക്ഷൻ നിന്നാല്. ഇനി ഒരു കല്ല് കിട്ടി,
ഒരിക്കലും നായന്റെ മേൽ കെറിഞ്ഞ് വേദന ആക്കരുത്, സൈഡിൽ കയറിയണം. അതിന്റെ കോൺസെൻട്രേഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് സൈഡിൽക്ക്. എന്നിട്ട് ശേഷം അങ്ങനെയാണ് നായനെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. നായ കടിച്ചു കഴിഞ്ഞ് നിൽക്കാം. നായ കടിച്ചാല് അതിന്റെ വൈറസ് ആണ് റാബീസ്. കാലിന് കടിച്ചാൽ അത് മേലോട്ട് എത്തണമെങ്കിൽ കുറച്ച് സമയം വരും. തലക്കാണ് കടിച്ചതെങ്കിൽ ഈ റാബീസ് എല്ലാം പോയി കൂടുന്ന എവിടെയാണ്? തലച്ചോറില. അവിടെ പോയി പെരുകിയിട്ട് കോടാനുകോടിയായിട്ട് ഭ്രാന്താകുക. അത് തിന്നൊന്നുമല്ല, തലച്ചോറ് തിന്നല്ല, പെറ്റുകൊണ്ട് പെരുക. അതാണ് ഭ്രാന്ത്. അപ്പൊ ഇവിടെ കടിച്ചു കഴിഞ്ഞാലും, ഇവിടെ കടിച്ചാലും കാൽമ കടിച്ചാലും കാരസോപ്പ് നമ്മൾ കോവിഡ് സമയത്ത് കൊറോണ പറഞ്ഞാച്ച എങ്ങനെ സോപ്പിട്ടിട്ടാ പറഞ്ഞാച്ച്. അതിന്റെ കാര്യം എന്താ വെച്ചാല് ഇതിന്റെ ആവരണം പൊട്ടിപ്പോവും, ഇതിന്റെ മേൽത്തോലി പൊട്ടിപ്പോവും ഈ കാരം വരുമ്പോ. അപ്പൊ കാര സോപ്പിട്ടിട്ട് നമ്മൾ 15 മിനിറ്റ് റണ്ണിങ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ പൈപ്പ് വെള്ളം അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ടിട്ട് 15 മിനിറ്റ് കഴുകിയതിന് ശേഷം മാത്രമേ ആശുപത്രിക്ക് കൊണ്ടുപോകാൻ പാടുള്ളൂ. അവിടെ സംഭവിച്ചത് എന്താ വെച്ചാൽ പ്രാഥമിക കേന്ദ്രത്തിൽ കൊണ്ടുപോയി, ഇവിടെ ആശുപത്രിയിലേക്ക് ഒന്നും ചെയ്യാതെ 2:45 കടിച്ച് കുട്ടി 3:15 ആശുപത്രിയിലെത്തി. അപ്പോഴേക്കൊക്കെ സമയം കഴിഞ്ഞ് ഇതിങ്ങോട്ട് കയറിയതായിരിക്കും ആ കുട്ടിന്റെ മരണം. എവിടെ കടിച്ചാലും പിന്നെ നിന്റെ തലക്ക് ഇന്നെ പട്ടിയടിച്ച് അതിരമൻ വന്നിട്ട് എന്ത് ചെയ്തു? ഒക്കെ കഴുകി വൃത്തിയാക്കി. ഞാൻ ആശുപത്രിയിൽ നിന്ന് കഴിച്ചില്ലായി. 15 ദിവസം കഴിഞ്ഞപ്പോ ഇയാൾക്ക് ഭ്രാന്തായി. എന്താ കാര്യം? ഇയാളെ കൈമേൽ എന്തുണ്ടേന്? മുറിവുണ്ടേന്. അത് ശ്രദ്ധിക്കണം. അപ്പൊ നല്ലൊരു ഗ്ലൗസോ നമുക്ക് നല്ല കീസോ എടുത്തിട്ട് നമ്മൾ കവർ ചെയ്തിട്ട് വേണം പരിചരിക്കാൻ. അല്ലെങ്കിൽ 15 ദിവസം കഴിഞ്ഞാൽ ഇന്ന് അണ്ണാൻ കടിച്ചാൽ, അണ്ണാൻ കടിച്ചാലും പ്രാവ് കയറിയാലും എന്തായാലും ഭവിച്ച മതിയാലും ഒക്കെ നമുക്ക് ഇത് ചെയ്യാൻ നടക്കണം. അതെ. അപ്പൊ ഏതാനും അസസ് ചെയ്യാൻ നമ്മൾ നിക്കണ്ട. പൂച്ച കടിച്ചാൽ ഇഞ്ചക്ഷൻ ചെയ്യണം. മിക്ക വീടുകളിലും പൂച്ച അടിച്ചാൽ ഇഞ്ചക്ഷൻ ചെയ്യാത്ത എത്രയോ വീടുകളുണ്ട്. ചിലപ്പോ കുടിക്കുമ്പോ ചിലപ്പോ കുടുങ്ങിയാൽ കഴിച്ചിലാവില്ലല്ലോ. സാധ്യത. അപ്പൊ ചെറിയൊരു ക്ലാസ് ഇപ്പൊ നൽകാൻ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. ചെറിയൊരു ക്ലാസ്